ഇവിടെ എനിക്കൊരു പണി കിട്ടിട്ടോ. വേറെന്താ പണി എന്താ പറയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബിലേക്ക് ചെയ്യുക. എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കണം. പണി എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു പൈലറ്റായിട്ടാണ് കിട്ടിയത്. പ്ലെയിൻ ഓടിക്കണതില്ലേ, എനിക്കൊരു പൈലറ്റായിട്ടാണ് കിട്ടിയത്. ഇനി എന്തായാലും നമുക്ക് എയർപോർട്ടിലോട്ട് പോവാം, അതായിരിക്കും നല്ലത്. നമുക്ക് വേഗം പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എയർപോർട്ടിലൊക്കെ എത്തിയിട്ടോ. എയർപോർട്ട് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, കുറച്ച് ദൂരമൊന്നുമില്ല, അധികം ദൂരമൊന്നുമില്ല, ഭയങ്കര അടുത്താണ്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഫ്ലൈറ്റിൽ കയറാം ഗൈസ്. ഇവിടെ അങ്ങനെ ഞാൻ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് ഓടിക്കണേ. നമുക്ക് എന്തായാലും പോവാം. ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഫ്ലൈറ്റ് ഓടിക്കണേ. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാം. അയ്യോ ഗൈസ്, ഇതെന്താണ് ഗൈസ്, എനിക്ക് കൺട്രോളൊന്നും അധികം കിട്ടുന്നില്ലല്ലോ. അയ്യോ, എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അയ്യോ, എല്ലാവരും സേഫായിട്ടിരിക്കൂ. അയ്യോ അയ്യോ ഗൈസ്, പ്ലെയിൻ ക്രാഷ് ചെയ്ത്. നമുക്ക് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാം. അയ്യോ, വേഗം ഓടിക്ക്. ഓ ഗൈസ്, ഇവിടെ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടിരിക്കുകയാണ്. ഇതേതോ സ്ഥലം, ഇതേതൊരു സ്ഥലമാണ്. ഗൈസ്, ഇത് മറ്റേ ജുറാസിക് പാർക്കില്ലേ, അതാണ് ഗൈസ്. എന്നാലും ഗൈസ്, ഇവിടെ എനിക്ക് ഒരു സൈക്കിളൊക്കെ കിട്ടിയിട്ടോ. ഇനി നമുക്ക് ഈ സൈക്കിൾ എടുത്തിട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഗൈസ്, ഇവിടെ എനിക്ക് സൈക്കിൾ കിട്ടി. നമുക്ക് ഈ സൈക്കിൾ എടുക്കാം. ഇത് ആരുടെ സൈക്കിളാണോ? ആരുടെ ഇപ്പം എന്താണ്, നമുക്കത് എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഹെൽമെറ്റൊക്കെ എടുത്തിടാം, അതായിരിക്കും നല്ലത്. ഗൈസ്, ഇവിടെ ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്തിട്ടു കേട്ടോ. ഇനി നമുക്ക് നേരെ പോവാം, അതായിരിക്കും നല്ലത്. ഓ ഗൈസ്, ഇവിടെ ഡൈനോസറൊന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതി. ജുറാസിക് പാർക്കല്ലേ, ഡൈനോസറൊക്കെ ഉണ്ടാവും. അയ്യോ ഗൈസ്, ഇത് ഇവിടെ തന്നെ ഒരു ഡൈനോസർ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം പോവാ. ഓ ഗൈസ്, ഇവിടെ തന്നെ ഒരു ഡൈനോസർ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ കടിക്കാണ്ടിരുന്നാൽ മതി. കടിച്ചാൽ പിന്നെ സെറ്റാവും, നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ കടിച്ചാൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അത് ഉറപ്പന്നെ. ഓ ഗൈസ്, ഇവിടെ വൈകുന്നേരം ആയല്ലോ, ഇപ്പോൾ രാത്രിയാവും. ഇപ്പം തന്നെ 6 മണിയായി, 6:30. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇനി ഇരുട്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ മരത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇരിക്കാം. ഗൈസ്, ഇവിടെ അങ്ങനെ ഇരുട്ടായിട്ടോ. അപ്പോഴാണ് ഗൈസ് പെട്ടെന്ന് ഇരുട്ടായ പോലെ തോന്നി എനിക്ക്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ മരത്തിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങാം. എൻ്റെ ഡൈനോസർ പിടിക്കാണ്ടിരുന്നാൽ മതി. ഇപ്പം എത്ര മണിയായി? 9 മണിയായാ. ഡൈനോസറിനെ പിടിക്കാണ്ടിരുന്നാൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഉറങ്ങാം. ഗൈസ്, ഇവിടെ അങ്ങനെ രാവിലെ ആയിട്ടോ. രാവിലെ എണീച്ച് നോക്കുമ്പോൾ എൻ്റെ സൈക്കിൾ താഴെ വീണ് കിടക്കണ്ടായിരുന്നു. പിന്നെ അത് ശരിയാക്കി. എനിക്കൊന്നും ഡൈനോസർ വീഴ്ത്തിയിട്ടായിരുന്നു. വീഴ്ത്തിയിട്ടൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ തന്നെ കാറ്റ് കൊണ്ട് വീണായിരിക്കും. ഇനി നമുക്ക് നേരെ പോവാ, വഴി കണ്ടുപിടിക്കുക എവിടേക്കാണെന്ന്. ഓ ഗൈസ്, ഇവിടെ വഴിയൊന്നും കാണാനില്ല. ഗൈസ്, ഇവിടെ വഴിയൊന്നും കാണാനില്ലല്ലോ. കുറച്ചുകൂടി മുമ്പിൽ പോവാ, അതായിരിക്കും നല്ലത്. കുറച്ചുകൂടി മുമ്പിൽ പോയാൽ കിട്ടുമായിരിക്കും. ബ്രേക്ക് പിടിക്ക്. പിന്നെ താഴെ അവിടെ എന്താണ് ഗൈസ്, ഒരു കുട്ടി ഡൈനോസർ തന്നെ കൊല്ലാൻ വരുന്നു ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം പോവാ. അത് കണ്ടില്ലേ ഗൈസ്, കുട്ടി ഡൈനോസർ നമ്മുടെ ബാക്കിൽ തന്നെ ഓടി വരുന്നുണ്ട്. ഈ കുട്ടി ഡൈനോസറിനെ വലിയ ഡൈനോസറിനെയും കാട്ടി സ്പീഡുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സൈക്കിളെടുത്ത് പടച്ചു വിടാം. ഇവിടെ ഒരു മുട്ടയുണ്ടല്ലോ, ഇത് ഡൈനോസറിൻ്റെ മുട്ടയാണ് തോന്നുന്നു. നമുക്ക് മുട്ടയെടുത്ത് ഓംപ്ലേറ്റ് അടിച്ചാലോ? ഇവിടെ 3 മുട്ടയുണ്ട്. മുട്ടയെടുത്ത് ഓംപ്ലേറ്റ് അടിക്കണോ വേണ്ടയാ? എന്തായിരിക്കും ഗൈസ്, അടിക്കണോ വേണ്ടയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എസ് ഓറിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിക്കണമെങ്കിൽ എസ് കമൻറ്റ് ചെയ്യുക, അടിക്കണമെങ്കിൽ ഇനി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. ഓ ഗൈസ്, ഇവിടെ രക്ഷപ്പെടാനുള്ള വഴിയൊന്നും കാണാനില്ലല്ലോ. ഇതെന്താ കാണാത്തത്? എന്നാലും അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എന്നാലും
ഗൈസ് നാല് വഴി എവിടെ? ഞാൻ ചത്തേ. ഇതെന്താ അലാറം അടിക്കണേ? ഇത് സ്വപ്നമായിരുന്നാ? ഒരു സ്വപ്നം എന്ന് പറയും, അത് കണ്ടാൽ തന്നെ റിയൽ എന്ന് പറയും.